ഇന്ന് നമ്മൾ വിട്ടുകൊടുക്കുന്നതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ് മനസ്സിലാക്കാൻ പോകുന്നത്. വിട്ടുകൊടുക്കുക, ലെറ്റ് ഗോ. എന്താണ് ഈ വിട്ടുകൊടുക്കൽ? ജീവിതത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ വിട്ടുകൊടുത്തു അല്ലേ? എല്ലാവർക്കും വിട്ടുകൊടുത്തു, ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തു, സഹോദരങ്ങൾക്ക്, സുഹൃത്തുക്കൾക്ക്. ഇങ്ങനെ ഞാൻ എൻ്റേതായി ഒന്നും നേടിയില്ല, എല്ലാവർക്കും ഞാൻ വിട്ടുകൊടുത്തു, എല്ലാം വിട്ടുകൊടുത്തു. അത്തരത്തിലുള്ളൊരു വിട്ടുകൊടുക്കലിനെ കുറിച്ചല്ല നമ്മളിപ്പോൾ സംസാരിക്കാൻ പോകുന്നത്. നമ്മുടെ മനസ്സിൽ കൊണ്ടു നടക്കുന്ന ഒരുപാട് ഭാരങ്ങളുണ്ട്. ആ ഭാരങ്ങളെ വിട്ടുകൊടുക്കുന്നതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. നമുക്ക് ചുറ്റും കണ്ണോടിച്ച് നോക്കുമ്പോൾ ജീവിതത്തിൽ പല തരത്തിലുള്ള പ്രശ്നങ്ങളും കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭമായിരിക്കാം. ചിലപ്പോൾ നിങ്ങളുടെ ആരോഗ്യം വർഷങ്ങളായി മോശമായിരിക്കാം. ചിലപ്പോൾ നിങ്ങൾ ഏറെക്കുറെ നല്ല ബന്ധങ്ങൾ സൃഷ്ടിക്കുവാൻ ശ്രമിക്കുന്നു. പരമാവധി എല്ലാവരോടും നല്ല രീതിയിൽ സംസാരിക്കുന്നു, പെരുമാറുന്നു, സഹായിക്കുന്നു. പക്ഷെ ആരും കൂടെയില്ല. തനിച്ചാകുന്ന അവസ്ഥ, നല്ല ബന്ധങ്ങളില്ലാത്ത അവസ്ഥ. ചിലപ്പോൾ നിങ്ങൾ അത്തരത്തിലുള്ള ഒരു സ്ട്രഗിളിലൂടെ ആയിരിക്കാം കടന്നു പോകുന്നത്. പിന്നെ മറ്റൊന്ന്, എത്ര ശ്രമിച്ചിട്ടും സാമ്പത്തികമായി പുരോഗതിയിലെത്താൻ സാധിക്കുന്നില്ല എന്ന് മാത്രമല്ല, സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങൾ കുമിഞ്ഞു കൂടിക്കൊണ്ടേയിരിക്കുന്നു. കഠിനാധ്വാനം ചെയ്യുന്നു, ജീവിതത്തിൽ രക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്നു, അതിനുവേണ്ടി എല്ലാ തരത്തിലുള്ള ശ്രമവും നടത്തുന്നു. പക്ഷേ ലഭിക്കുന്ന റിസൾട്ട് നേരെ ഓപ്പോസിറ്റാണ്. അപ്പോൾ അത്തരത്തിലുള്ളൊരു പ്രശ്നമായിരിക്കാം നിങ്ങൾ കടന്നു പോകുന്നത്. അല്ലെങ്കിൽ നിങ്ങളുടെ ജോലി, കരിയർ, പ്രൊഫഷനിൽ നിങ്ങൾ ഒരുപാട് പീഡനങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്നു. ആ ജോലി ഉപേക്ഷിക്കണം, അല്ലെങ്കിൽ ഈ പ്രൊഫഷൻ എന്നേക്കുമായിട്ട് ഉപേക്ഷിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. പക്ഷേ മുന്നോട്ട് പോകാൻ സാമ്പത്തികമായിട്ടുള്ള സോഴ്സിന് വേണ്ടി വീണ്ടും സ്ട്രഗിൾ ചെയ്ത് ആ ജോലിയിൽ തന്നെ നിൽക്കുന്നു. ഇങ്ങനെ പലതരത്തിലുള്ള പ്രശ്നങ്ങളിലൂടെ ആയിരിക്കാം നിങ്ങൾ കടന്നു പോകുന്നത്. പലപ്പോഴും ഈ പ്രശ്നങ്ങളെ നമ്മൾ നോക്കിക്കാണുമ്പോൾ അതിന് കാരണക്കാരായി പല വ്യക്തികളെയും ജീവിത സാഹചര്യങ്ങളെയും ഒക്കെ ചൂണ്ടിക്കാണിക്കുവാൻ നമുക്ക് സാധിക്കും. പക്ഷേ നമ്മളിങ്ങനെ ഉള്ള പ്രശ്നങ്ങളെക്കുറിച്ച് പരിതപിച്ച്, വിഷമിച്ച്, വേദനിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ തിരിഞ്ഞു നോക്കുമ്പോൾ ജീവിതം വെറും ഒരു സഫറിങ്ങും സ്ട്രഗിളിൻ്റെയും വലിയൊരു അനുഭവമായി നമുക്ക് കണക്കാക്കേണ്ടി വരും. എന്നാൽ നമ്മളൊന്ന് ചുറ്റും കണ്ണോടിച്ച് നോക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും, എല്ലാ തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിലും വളരെ ഹാപ്പിയായിട്ട് ജീവിക്കുന്ന ആളുകൾ, കാര്യമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ എല്ലാ തരത്തിലും വിജയവും ഉയർച്ചയും സമാധാനവും സന്തോഷത്തോടെയും ജീവിക്കുന്ന ആളുകളും. എന്നാൽ നമ്മളെ ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ജീവിതം വളരെ മോശം. ഇതിൻ്റെ യാഥാർത്ഥ്യം എന്താണ്? ഇത് 100% ശരിയാണോ? നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ ബ്രെയിൻ, മനസ്സ് എപ്പോഴും പ്രശ്നങ്ങളെ, പ്രോബ്ലംസിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ, കണ്ടെത്താൻ മാത്രം ശ്രമിക്കുന്ന ഒരു മെക്കാനിസമാണ്.
ചില വ്യക്തികളിൽ അത് വളരെ കൂടുതലായിരിക്കും. നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ മൊത്തത്തിലൊന്ന് എടുത്തു നോക്കൂ. അതിൽ എത്രമാത്രം സന്തോഷകരമായിട്ടുള്ള കാര്യങ്ങളുണ്ട്. നന്മയുടെ വശങ്ങളുണ്ട്. സ്നേഹത്തിൻ്റെ വശങ്ങളുണ്ട്. ഭാഗ്യങ്ങളുണ്ട്. ഒരുപാടുണ്ട്. പക്ഷേ അതിലേക്കൊന്നും നമ്മൾ ശ്രദ്ധിക്കാൻ തയ്യാറല്ല. നമ്മൾ ചിന്തിക്കുന്നു അതിനേക്കാളും എത്രമാത്രം വലുതാണ് എൻ്റെ പ്രശ്നങ്ങൾ. അതിലേക്കല്ലേ ഞാൻ ശ്രദ്ധിക്കേണ്ടത്? അതല്ലേ എൻ്റെ ജീവിതത്തിൻ്റെ ആകെത്തുക. ഈ രീതിയിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് എത്രമാത്രം ലഭിച്ചു കഴിഞ്ഞാലും, എത്രമാത്രം നല്ല കാര്യങ്ങളുണ്ടെങ്കിലും നമ്മൾ ജീവിതത്തെ ഒരു ദുരന്തമായേ കാണുകയുള്ളൂ. ഇതിനൊരു പ്രധാനപ്പെട്ട കാരണം ജീവിതത്തിൽ വളരെ തീവ്രമായിട്ടുള്ള മാനസികമായിട്ട് നിങ്ങൾക്ക് ഒരുപാട് പ്രശ്നങ്ങൾ നൽകിയ, ദുഃഖങ്ങൾ നൽകിയ, നിങ്ങളെ വല്ലാതെ അസ്വസ്ഥമാക്കിയ പല അനുഭവങ്ങളും കഴിഞ്ഞ കാലത്തിൽ നിങ്ങൾക്കുണ്ടായിട്ടുണ്ടാവാം. അങ്ങനെ ഒരു അനുഭവം കഴിഞ്ഞ കാലത്തിൽ ഉണ്ടായപ്പോൾ നിങ്ങളുടെ മനസ്സ് അഥവാ ബ്രെയിൻ അവിടെ സ്റ്റക്കായി നിൽക്കുകയും ആ തീവ്രമായിട്ടുള്ള അനുഭവത്തെ ഒരു പിക്ചറാക്കി മാറ്റി അത് നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ ദൃഢപ്പെടുത്തി നിലനിർത്തുകയും ചെയ്യുന്നു. അപ്പോൾ അത്രമാത്രം വലിയ ആ ഒരു ചിത്രം മനസ്സിലുണ്ടാകുമ്പോൾ മറ്റു ചിത്രങ്ങളെ കാണുവാൻ നിങ്ങളുടെ ശ്രദ്ധ, അറ്റൻഷൻ, നിങ്ങളുടെ മനസ്സ് ഒരിക്കലും സമ്മതിക്കില്ല. നിങ്ങൾക്ക് മുമ്പിൽ ഒരു പിക്ചറുണ്ട്, വലിയൊരു പിക്ചർ. ആ ചിത്രം എന്നോ കൊണ്ടുവച്ചതാണ്. എന്നാൽ അതിനു ചുറ്റും ചെറിയ 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 നല്ല നല്ല ചിത്രങ്ങളുണ്ട്. പക്ഷേ എന്നാലും നിങ്ങളുടെ കണ്ണ് ആദ്യം പോവുക മുൻപിലിരിക്കുന്ന ആ വലിയ ചിത്രത്തിലേക്കായിരിക്കും. ഇതുപോലെ കഴിഞ്ഞ കാലത്തിലുണ്ടായിട്ടുള്ള പല ദുരനുഭവങ്ങളുടെയും വലിയ ചിത്രങ്ങൾ നമ്മുടെ മനസ്സിൽ വലിയ ചിത്രങ്ങളായി നിലനിൽക്കുന്നു. ഒരു പക്ഷേ അതിൻ്റെ ചില റിഫ്ലക്ഷൻസ് ഒക്കെ ഇപ്പോഴും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകാം. ആ റിഫ്ലക്ഷൻസ് നിങ്ങളെ പഴയ മെമ്മറിയിലേക്ക് കൊണ്ടുപോകുന്നുണ്ടാകാം. അങ്ങനെ നിങ്ങൾ പാസ്റ്റിൽ നിലനിന്ന് ആ ചിത്രത്തിലേക്ക് ശ്രദ്ധിച്ച് ജീവിതം അതാണെന്ന് നിങ്ങൾ ഉറപ്പിക്കുകയും ചെയ്യുന്നു. അങ്ങനെയെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ എത്രമാത്രം അനുഗ്രഹങ്ങൾ ഉണ്ടായാലും നിങ്ങളൊരിക്കലും ജീവിതം നല്ലൊരു അനുഭവമാണെന്ന് ഒരു തരത്തിലും സംഭവിക്കാൻ പോകുന്നതല്ല. ഇനി അഥവാ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ നല്ല എന്തെങ്കിലും അത്ഭുതകരമായിട്ടുള്ള കാര്യങ്ങൾ അപ്രതീക്ഷിതമായിട്ട് നടന്നാലും കുറച്ച് കാലത്തേക്ക് മാത്രം നിങ്ങൾ ആ അത്ഭുതത്തിൻ്റെ ചിത്രം കാണുകയും സന്തോഷം കണ്ടെത്തുകയും പിന്നീട് വീണ്ടും ആ പഴയ കാലത്തെ ദുരന്തമാകുന്ന ചിത്രത്തിലേക്ക് ശ്രദ്ധിക്കുകയും ഫോക്കസ് നൽകുകയും വീണ്ടും ജീവിതം വളരെ മോശമാണെന്ന അഭിപ്രായത്തിലെത്തുകയും ചെയ്യും. അപ്പോൾ ഇങ്ങനെ നമുക്ക് ജീവിതത്തിലെ ഓരോ നിമിഷവും മഹത്തരമാക്കി മാറ്റുവാൻ സാധിക്കും. ഈ പറഞ്ഞ പ്രശ്നങ്ങളുടെ പിറകെ പോകാതെ ജീവിതം ഒരു ദുരന്തമാണെന്ന തെറ്റിദ്ധാരണയിൽ ജീവിക്കാതെ ജീവിതത്തിൻ്റെ സൗന്ദര്യത്തെ ആസ്വദിച്ച് അത് നൽകുന്ന നന്മയെ അനുഭവിച്ച് എങ്ങനെ മുന്നോട്ട് പോകാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരുപാട് നല്ല ചിത്രങ്ങളുണ്ട് ജീവിതത്തിൽ. എന്നാൽ മുമ്പിലിരിക്കുന്ന വളരെ മോശമായിട്ടുള്ള കഴിഞ്ഞ കാലത്തെ ആ ചിത്രം അതിലേക്ക് ശ്രദ്ധ കൊടുക്കാതെ മെല്ലെ മെല്ലെ
അതിന് ചുറ്റുമുള്ള നല്ല ചിത്രങ്ങളിലേക്ക് ശ്രദ്ധ കൊടുക്കുവാൻ നിങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ ജീവിതം വളരെ മാജിക്കലായിട്ട് മാറുന്നത് നിങ്ങൾക്ക് അനുഭവപ്പെടും. അങ്ങനെ നല്ല ചിത്രങ്ങളിലേക്ക് ശ്രദ്ധ കൊടുക്കുമ്പോൾ നിങ്ങളുടെ മനസ്സ്, ബ്രെയിൻ സന്തോഷത്തിൻ്റെ കെമിക്കലുകൾ പ്രൊവൈഡ് ചെയ്യും, പുറപ്പെടുവിക്കും. അത് ശരീരത്തെ സന്തോഷമുള്ളതാക്കി മാറ്റും. ശരീരത്തെ ഓരോ സെല്ലുകളെയും അത് അലൈവാക്കി ഊർജ്ജസ്വലമാക്കി മാറ്റും. അങ്ങനെ നിങ്ങൾ ഒരു പോസിറ്റീവ് വൈബ്രേഷനിൽ നിലനിൽക്കുമ്പോൾ ജീവിതത്തിൽ പല കാര്യങ്ങളും നടപ്പിലാക്കുവാനുള്ള മനസ്സിനും ശരീരത്തിനുമുള്ള ശക്തി നിങ്ങൾക്ക് ലഭിക്കുകയും ജീവിതത്തിൽ പുരോഗതി അനുഭവപ്പെടുകയും ചെയ്യും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ദുഃഖിച്ചിരിക്കുന്ന സമയത്ത് ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ശക്തി സൂക്ഷിക്കുന്നു. നമുക്കൊന്നും ചെയ്യാനുള്ള ഒരു കഴിവില്ലാത്ത അവസ്ഥ, ശരീരത്തിന് ക്ഷീണം, അസ്വസ്ഥത, ഒന്നിനും വയ്യ, കിടക്കണം, ഇങ്ങനെ ഒരു മോഡിലേക്ക് മനസ്സും ശരീരവും പോകുന്നു. എന്നാൽ നല്ല സന്തോഷത്തിലിരിക്കുന്ന അവസരത്തിൽ, സമാധാനത്തിലിരിക്കുന്ന അവസരത്തിൽ ശരീരത്തിന് ക്ഷീണമല്ല, നല്ല ഉണർവല്ല അനുഭവപ്പെടുന്നത്. ആ എനർജിയും ഉണർവും ഉണ്ടാകുമ്പോൾ പല കാര്യങ്ങളും നമുക്ക് നടപ്പിലാക്കാൻ സാധിക്കും. മടി, അലസത, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ആ മനസ്സിനും ശരീരത്തിൻ്റെ അടുത്ത് പോലും എത്തില്ല. അപ്പോൾ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലുള്ള ചിത്രത്തെ ഒന്ന് മാറ്റിയാൽ, അല്ലെങ്കിൽ മനസ്സിൻ്റെ ഉള്ളിൽ നമ്മൾ സൃഷ്ടിച്ചിട്ടുള്ള ചിത്രങ്ങളിലേക്ക്, പോസിറ്റീവായിട്ടുള്ള ചിത്രങ്ങളിലേക്ക് ശ്രദ്ധ കൊടുത്തു കഴിഞ്ഞാൽ ജീവിതം തന്നെ മാറ്റിമറിക്കുവാൻ നമുക്ക് സാധിക്കും. പക്ഷെ എന്തുകൊണ്ട് ആളുകൾ ഈ ദുഃഖഭാരം പേറി അല്ലെങ്കിൽ പ്രശ്നങ്ങളിലേക്ക് മാത്രം ശ്രദ്ധിച്ച് അതിനെക്കുറിച്ച് മാത്രം പറഞ്ഞ് ചിന്തിച്ച് മുന്നോട്ട് പോകുന്നു? രണ്ട് കാരണങ്ങളാണ് അതിനുള്ളത്. ഒന്ന്, നമ്മുടെ മനസ്സ് മാറ്റത്തെ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. മാറുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ദുഃഖത്തിലായിക്കോട്ടെ സന്തോഷത്തിലായിക്കോട്ടെ നിങ്ങൾ നിലനിൽക്കുന്ന അവസ്ഥയിലൂടെ കടന്നു പോകാനാണ് മനസ്സിന് ഇഷ്ടപ്പെടുന്നത്. അതുകൊണ്ടാണ് എപ്പോഴും നല്ല സന്തോഷവും ഉണർവുള്ള ആളുകൾ, അവർക്ക് ചില പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാലും വല്ലാതെ ശ്രദ്ധ അതിലേക്ക് പോകില്ല. അതുപോലെ ദുഃഖത്തിലും പ്രശ്നങ്ങളിലും കുറ്റം പറച്ചിലിലും ലോകത്തെ പഴി പറയുന്നതിലും സോഷ്യൽ മീഡിയയിൽ കാണുന്ന ഡിസ്കഷനുകളിൽ മുഴുകി അതിൽ ദേഷ്യപ്പെടുന്നതും റെസ്പോണ്ട് ചെയ്യുന്നതുമൊക്കെ അവർ തുടർന്ന് കൊണ്ടുപോകുന്നതിൻ്റെ കാരണം അതിൽ നിന്ന് മാറുവാൻ അവർ ആഗ്രഹിക്കുന്നില്ല എന്നതാണ്. മാറണമെന്ന് വല്ലപ്പോഴൊക്കെ ചിന്തിക്കും, പക്ഷേ മനസ്സിൻ്റെ ആഴത്തിൽ അവർ അത് ആസ്വദിക്കുന്നു. ദുഃഖവും കംപ്ലൈനിങ്ങും പ്രശ്നങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യലും അതൊക്കെ അവരറിയാതെ ആസ്വദിക്കുന്നു. അപ്പോൾ നമുക്ക് വേണ്ടത് മാറുവാനുള്ള ഒരു തീരുമാനമാണ്, ദൃഢമായിട്ടുള്ളൊരു തീരുമാനം. ഇനി മുതൽ മോശമായിട്ടുള്ള, നെഗറ്റീവായിട്ടുള്ള, എന്നെ തളർത്തുന്ന ചിന്തകളിലേക്ക്, പ്രവർത്തികളിലേക്ക്, സംസാരത്തിലേക്ക് ഞാനൊരിക്കലും എൻ്റെ ശ്രദ്ധ തിരിക്കില്ല. ഇങ്ങനൊരു തീരുമാനം എടുത്താൽ തന്നെ നിങ്ങൾക്ക് മാറുവാൻ സാധിക്കും. ആ തീരുമാനം കൂടെ കൂടെ നമ്മൾ ഓർമ്മപ്പെടുത്തിയെടുക്കണം, കാരണം മറന്നു പോകും. ഇനി രണ്ടാമത്തെ കാരണം, മാറ്റത്തെ നമ്മൾ ആഗ്രഹിക്കുന്നില്ല. രണ്ടാമത്തെ കാരണം, നമ്മളത് എൻജോയ് ചെയ്യുന്നു. ഈ രണ്ടേ രണ്ട് കാരണങ്ങളാണ് മാറുവാൻ ആളുകൾക്ക് സാധിക്കാത്തത്. മനസ്സ് മാറ്റത്തെ ആഗ്രഹിക്കുന്നില്ല. രണ്ട്, ഏത് സ്ഥിതിയിലാണോ ഉള്ളത് അതിൽ തന്നെ തുടർന്ന് പോകാൻ മനസ്സ് ഇഷ്ടപ്പെടുന്നു. എന്നാൽ ഈ രണ്ട് കാര്യങ്ങളും ബ്രേക്ക് ചെയ്താൽ മാത്രമേ ജീവിതത്തിൽ പുരോഗതി ഉണ്ടാവുകയുള്ളൂ. മാറുവാൻ ആഗ്രഹിക്കുക, മോശമായിട്ടുള്ള സാഹചര്യങ്ങളിലൂടെയാണ് മനസ്സ് കടന്നു പോകുന്നതെങ്കിൽ
അതിൽ സന്തോഷം കണ്ടെത്താതെ അതിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള പോസിറ്റീവായിട്ടുള്ള നല്ല കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുക എന്നത് തന്നെ. വളരെ സിമ്പിളാണ് ഈ 2 കാര്യങ്ങളും. ഇത് രഹസ്യമൊന്നുമല്ല. പക്ഷേ നിരന്തരം നമ്മൾ പ്രാക്ടീസ് ചെയ്ത് നമ്മുടെ ഐഡന്റിറ്റി തന്നെ, വ്യക്തിത്വം തന്നെ ഇങ്ങനെ പോസിറ്റീവാക്കി മാറ്റുമ്പോൾ മാത്രമാണ് ജീവിതത്തിൽ കാതലായിട്ടുള്ള മാറ്റങ്ങളും നമുക്ക് അനുഭവപ്പെടുക. നമ്മുടെ ഉള്ളിൽ മാറ്റം വരുമ്പോൾ മാത്രമേ പുറമേയും മാറ്റങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കുകയുള്ളൂ. ഉള്ളിൽ ഇത്തരത്തിലുള്ള വളരെ മോശമായിട്ടുള്ള ചിന്തകൾ, പഴയ കാലത്തെക്കുറിച്ച്, വരാനിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള ഭയം, മറ്റുള്ള ആളുകളെ കുറ്റപ്പെടുത്തൽ, ജീവിതത്തെ കുറ്റപ്പെടുത്തൽ, ഇങ്ങനെയൊക്കെയാണ് മനസ്സിൻ്റെ ഉള്ളിലൂടെ കടന്നു പോകുന്നതെങ്കിൽ അതിന് വേണ്ട തെളിവുകൾ, സാഹചര്യങ്ങൾ നിങ്ങൾക്ക് വീണ്ടും വീണ്ടും ലഭിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ നമ്മൾ മാറുവാനായി തയ്യാറെടുക്കുക. മനസ്സിൻ്റെ ഉള്ളിലുള്ള നല്ല ചിത്രങ്ങൾ, നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന അനുഗ്രഹങ്ങൾ, നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ജീവിതത്തിൽ ലഭിച്ചിരിക്കുന്ന നല്ല കാര്യങ്ങൾ, അതിനെക്കുറിച്ച് ചിന്തിക്കുകയും അത്തരം ഇമേജുകൾ മനസ്സിലേക്ക് വിഷ്വലൈസ് ചെയ്ത് കൊണ്ടുവരികയും നല്ല ലക്ഷ്യങ്ങൾ ഉണ്ടായിരിക്കുകയും പ്രശ്നങ്ങളും പ്രതിബന്ധങ്ങളുമൊക്കെ വരുന്ന സമയത്ത് പരിഹാരം കണ്ടെത്തുവാനുള്ളൊരു മനസ്സ്, പ്രോബ്ലം സോൾവിങ്ങിനായിട്ടുള്ളൊരു മനസ്സ് സൃഷ്ടിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അതിനനുസരിച്ച് പുറമേയുള്ള ലോകത്തിലും മാറ്റം വരും. ഇതിനർത്ഥം ജീവിതത്തിൽ ചലഞ്ചസ് വരില്ല എന്നല്ല. ചലഞ്ചസ് വരുമ്പോൾ അതിനെ നേരിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. അപ്പോൾ ഇവിടെ അത്തരത്തിലുള്ള മനസ്സ് സൃഷ്ടിക്കുന്നതിന് വിട്ടുകൊടുക്കുക, ലെറ്റ് ഗോ എന്ന പ്രോസസ്സിന് വളരെയധികം പ്രാധാന്യമുണ്ട്. നമ്മൾ ഈ ക്ലാസ്സിൻ്റെ ഈ സെഷൻ്റെ അവസാനം ഒരു 10 മിനിറ്റ് ലെറ്റ് ഗോ മെഡിറ്റേഷനും നമ്മൾ പ്രാക്ടീസ് ചെയ്യും. കാരണം നിങ്ങൾ ഈ ഇൻഫർമേഷൻ കേൾക്കുക മാത്രമല്ല, അത് പ്രായോഗിക തലത്തിൽ കൊണ്ടുവരികയും ചെയ്യണം. കാരണം പ്രായോഗിക തലത്തിൽ കൊണ്ടുവരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങി ആ ലെറ്റ് ഗോ പ്രോസസ്സ്, വിട്ടുകൊടുക്കുക എന്ന പ്രോസസ്സ് നമ്മൾ ചെയ്യുക. അത് ചെയ്യുമ്പോൾ തന്നെ മനസ്സിൻ്റെ ഭാരമൊക്കെ കുറയും, നിങ്ങൾക്ക് ഏകാഗ്രത ലഭിക്കും, സ്ട്രെസ്സ് കുറയും, ടെൻഷൻ കുറയും, നിങ്ങൾ കൂടുതൽ പോസിറ്റീവായ ഹാപ്പി ആയിട്ടുള്ളൊരു വ്യക്തിയായിട്ട് മാറുകയും ചെയ്യും. അപ്പോൾ ഈ ലെറ്റ് ഗോ, വിട്ടുകൊടുക്കുക എന്താണെന്ന് നോക്കാം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മുടെ ജീവിതത്തിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ, പല വ്യക്തികളുമായിട്ടുള്ള സിറ്റുവേഷനൊക്കെ നമുക്കുണ്ടായിട്ടുണ്ടാവും. പലതും നമ്മൾ വിട്ടുകൊടുക്കുന്നുണ്ട്. അതിന് നമുക്ക് മാപ്പ് കൊടുക്കുക, ഫോർഗീവ്നെസ് എന്നൊക്കെ പറയാം. ചിലപ്പോൾ നിങ്ങളുടെ ഏറ്റവും അടുത്ത ഒരു വ്യക്തിയുമായിട്ട് നിങ്ങൾക്ക് പ്രശ്നങ്ങളുണ്ടായി. അപ്പോൾ ഈ പ്രശ്നം തുടർന്നു പോകണ്ട എന്ന് വെച്ചതുകൊണ്ട് നിങ്ങൾ കൂടുതൽ ആർഗ്യൂ ചെയ്യാതെ ആ പ്രശ്നം അവിടെ പരിഹരിച്ചു. അതൊരു വിട്ടുകൊടുക്കലാണ്. ചെറുപ്പകാലങ്ങളിൽ നിങ്ങളുടെ സഹോദരങ്ങളുമായി അടിപിടി കൂടി അങ്ങനെ അത് കണ്ടിന്യൂ ചെയ്യേണ്ട എന്ന് വെച്ചിട്ട് നിങ്ങൾ വിട്ടുകൊടുത്ത്, അങ്ങനെ പലതരത്തിലും നമ്മൾ വിട്ടുകൊടുക്കൽ ചെയ്തിട്ടുണ്ടാവും. കാരണം ആ രീതിയിൽ നമുക്ക് ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. നല്ല ബന്ധങ്ങൾ സൃഷ്ടിക്കണമെങ്കിൽ പല സിറ്റുവേഷനിലും നമുക്ക് അങ്ങനെ ഫോർഗീവ്നെസ്സും വിട്ടുകൊടുക്കലും അത്യാവശ്യമാണ്. എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ട വിട്ടുകൊടുക്കൽ നടക്കേണ്ടത് നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലാണ്. അത് നമ്മൾ ചെയ്തില്ലെങ്കിൽ അത് ജീവിതത്തെ, മനസ്സിനെ, ശരീരത്തെ ഒക്കെ ബാധിക്കും. അത് നമ്മൾ ശരിയായ രീതിയിൽ പ്രാക്ടീസ് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ മനസ്സെപ്പോഴും സ്വാതന്ത്ര്യത്തിലായിരിക്കും, സന്തോഷത്തിലായിരിക്കും. വലിയ വലിയ ഭാരമുള്ള ചിന്തകളൊന്നും നിങ്ങളെ വല്ലാതെ അലട്ടില്ല. അപ്പോൾ ഈ വിട്ടുകൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുതരം ഫോർഗീവ്നെസ് തന്നെ. പല സന്ദർഭങ്ങളിൽ നമുക്ക് ജീവിതത്തിൽ മോശമായിട്ടുള്ള അനുഭവങ്ങൾ വ്യക്തികളിൽ നിന്നുണ്ടായിട്ടുണ്ടാവാം, നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ നിന്നൊക്കെ ഉണ്ടായിട്ടുണ്ടാവാം. അതിനൊക്കെ മനസ്സുകൊണ്ട് നമ്മളൊന്ന് റിലീസ് ചെയ്യുക, വിട്ടുകൊടുക്കുക. നേരെ മറിച്ച് ആ ഒരു വ്യക്തി അങ്ങനെ ചെയ്തല്ലോ, അവൻ എന്നോട് അങ്ങനെ പറഞ്ഞല്ലോ എന്ന് നിങ്ങൾ മനസ്സിൽ ദിവസങ്ങൾ, മാസങ്ങൾ ചിന്തിച്ച് കൂട്ടിയാൽ അതിൻ്റെ അനുഭവം മോശമായിട്ടുള്ള അനുഭവം എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ടെൻഷൻ കൂടുന്നു, ശരീരത്തിൻ്റെ പിരിമുറുക്കം കൂടുന്നു, ശരീരത്തിൻ്റെ പ്രഷർ കൂടുന്നു, ആന്തരികാവയവങ്ങൾ കൂടുതൽ
വേഗത്തിൽ പ്രവർത്തിക്കുന്നു. കാരണം ആ പ്രഷർ നിങ്ങളുടെ ഉള്ളതുകൊണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ അത് തുടർച്ചയായിട്ട് നടക്കുമ്പോൾ അത് നിങ്ങളുടെ ശരീരത്തെയും മനസ്സിനെയുമാണ് മോശമായിട്ട് ബാധിക്കുക. അതിന് പുറമെ നിങ്ങളെ കാണുന്ന വ്യക്തികൾക്കടക്കം നിങ്ങളുടെ മുഖത്ത് നോക്കിയാൽ അറിയാൻ സാധിക്കും. ഇയാൾ എന്തോ പ്രശ്നത്തിലാണ്. ഇയാൾ വളരെ രൂക്ഷമായിട്ടാണല്ലോ സംസാരിക്കുന്നത്, നോക്കുന്നത്, നടക്കുന്നത്. കാരണം ഉള്ളിലൂടെ കടന്നു പോകുന്ന ചിന്തകൾ ഇതൊക്കെയാണ്. അവൻ എന്നോട് അങ്ങനെ പറഞ്ഞില്ലേ? അവൾ എന്നോട് ഇങ്ങനെ ചെയ്തില്ലേ? ആ സാഹചര്യം അങ്ങനെ ആയില്ലേ? ഇങ്ങനെ മനസ്സിലിങ്ങനെ ഉരുട്ടി കൊണ്ട് നടക്കുന്നു. അപ്പോൾ അത് നമ്മൾ മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് വിട്ട് കളയുക. കാരണം ആ ഒരു പ്രത്യേക സാഹചര്യത്തിൽ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുമായിരുന്ന കാര്യങ്ങൾ ചെയ്യാമായിരുന്നു. അല്ലെങ്കിൽ നിങ്ങൾ ചില കാര്യങ്ങൾ ചെയ്തു. അതിനെക്കുറിച്ച് ഓർത്ത് ചിന്തിച്ച് ആളുകളോട്, നിങ്ങളോട് ഒക്കെ വെറുപ്പ് മനസ്സിൽ സൂക്ഷിച്ചു കഴിഞ്ഞാൽ അത് ഈ നിമിഷത്തിൽ നിലനിന്ന് നമ്മൾ ചെയ്യുന്ന പ്രവർത്തികൾ കാര്യക്ഷമമായി ചെയ്യുവാൻ തടസ്സമായി മാറുന്നു. അത് നമ്മുടെ പുരോഗതിയെ തടയുന്നു. അപ്പോൾ എപ്പോഴൊക്കെ ആളുകളിൽ നിന്ന്, സാഹചര്യങ്ങളിൽ നിന്ന് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്തതായിട്ടുള്ള കാര്യങ്ങളുണ്ടാകുമ്പോൾ ആ സമയത്ത് അതിനെ അതിൻ്റേതായ രീതിയിൽ ഡീല് ചെയ്യുക. അതിനപ്പുറം അത് മനസ്സിലേക്കെടുത്ത് നിങ്ങളെ തന്നെ തളർത്തുന്ന രീതിയിൽ, നിങ്ങളുടെ ഓവർ തിങ്കിങ് വർദ്ധിപ്പിക്കുന്ന രീതിയിൽ കൊണ്ടുപോകാതിരിക്കുക. ഇത് പറയാൻ എളുപ്പമാണ്. പക്ഷേ പ്രാക്ടീസിലൂടെ നമുക്ക് ഈ ഒരു കപ്പാസിറ്റി നേടിയെടുക്കാൻ സാധിക്കും. പിന്നെ മറ്റൊരു കാര്യം, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, മനസ്സിൻ്റെ ഉള്ളിലേക്ക് ഒന്ന് ഇറങ്ങി ചെന്ന് കഴിഞ്ഞാൽ പല കാര്യത്തിനും നമ്മൾ നമ്മളെ തന്നെ കുറ്റപ്പെടുത്തുന്നു. നമുക്ക് നമ്മളോട് തന്നെ ചില കാര്യങ്ങളിൽ ദേഷ്യം, ചില മേഖലകളിൽ വിജയിക്കാത്തത് കൊണ്ട് നമ്മളോട് തന്നെ ഒരു പുച്ഛം, ദേഷ്യം, അസ്വസ്ഥത, വെറുപ്പ്. ഞാനെന്താ ഇങ്ങനെ? എനിക്ക് ഒന്നും ശരിയായില്ല. എല്ലാവരും രക്ഷപ്പെട്ടു. ഞാൻ രക്ഷപ്പെടില്ല. ഇങ്ങനെ പല ചിന്തകളും മനസ്സിൻ്റെ ഉള്ളിൽ ഒരു പക്ഷേ അത് നിങ്ങളൊന്ന് നിങ്ങളെ തന്നെ ഒന്ന് നിരീക്ഷിക്കുന്ന സമയത്ത് ഒരു പക്ഷേ പ്രത്യക്ഷത്തിൽ കാണാൻ സാധിക്കത്തില്ല. എന്നാൽ ഒന്ന് മനസ്സിലേക്കൊന്ന് കണ്ണൊക്കെ അടച്ച് ഒന്നിങ്ങനെ ചിന്തിക്കുകയാണെങ്കിൽ നിങ്ങളുടെ മനസ്സ് പറയാൻ തുടങ്ങും. നീ ഒരു പരാജയത്തിനാണ്. നീ എല്ലാത്തിലും പരാജയപ്പെട്ടു. നീ വളരെ മോശക്കാരൻ തന്നെ. ഇങ്ങനെയൊക്കെയുള്ള ചിന്തകൾ ഉള്ളിൻ്റെ ഉള്ളിൽ നടക്കുന്നുണ്ടാവും. അപ്പോൾ ഈ ചിന്തകളൊക്കെ പല മോശമായിട്ടുള്ള അനുഭവങ്ങളിലൂടെ അത് ചിലപ്പോൾ പരാജയങ്ങളിലാവാം, റിജക്ഷൻസിലാവാം, നമ്മൾ വിചാരിച്ച കാര്യങ്ങൾ നേടാൻ പറ്റാത്ത സാഹചര്യങ്ങളുണ്ടായ ആ ഒരു സിറ്റുവേഷനിലാവാം ഇത്തരം ചിന്തകൾ നമ്മൾ ഉള്ളിലേക്ക് അടിച്ചമർത്തിയിട്ടുണ്ട്. അപ്പോൾ അത് നമ്മളറിയാതെ കാർന്ന് തിന്നുന്നുണ്ട്. അപ്പോൾ നമ്മൾ നമുക്ക് തന്നെ വിട്ടുകൊടുക്കുക എന്നതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ലെറ്റ് ഗോ ചെയ്യുക, ഫൊർഗീവ് ചെയ്യുക. അപ്പോൾ അതിന് വളരെ സത്യസന്ധമായി നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കണം, ഞാൻ എന്നെ ശരിക്ക് സ്നേഹിക്കുന്നുണ്ടോ? ഞാൻ സന്തോഷവാനാണോ? എൻ്റെ ഇപ്പോഴുള്ള ജീവിതത്തിൽ ഞാൻ ഹാപ്പിയാണോ? ഹാപ്പി അല്ലെങ്കിൽ എന്തുകൊണ്ട്? അപ്പോൾ ഈ മനസ്സിങ്ങനെ ഓപ്പൺ അപ്പ് ചെയ്യാൻ തുടങ്ങും. നിനക്ക് ഇന്ന കാര്യങ്ങൾ ചെയ്യാമായിരുന്നു, നീ അത് ചെയ്തില്ല. നീ പരാജയപ്പെട്ടില്ലേ? നീ ഇപ്പോഴും കടക്കാരനല്ലേ? നിന്റെ ശരീരം ഒന്ന് നോക്കൂ, നീ ഫാറ്റല്ലേ? ഇങ്ങനെ കുറേ കുറ്റപ്പെടുത്തൽ ഉള്ളിൻ്റെ ഉള്ളിലുണ്ടാവും. അപ്പോൾ ആ കുറ്റപ്പെടുത്തൽ കൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. തീർച്ചയായിട്ടും നമുക്ക് പല കാര്യങ്ങളും ആക്ഷൻ എടുത്ത് ക്ലിയർ ചെയ്യാൻ സാധിക്കും. എന്നാൽ നമ്മളെ ഈ വല്ലാതെ ഇങ്ങനെ കുറ്റപ്പെടുത്തി മുന്നോട്ട് പോയത് കൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ഈ കുറ്റപ്പെടുത്തൽ നടക്കുന്നത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലാണ്. അപ്പോൾ അതിനെ ഒക്കെ ഒന്ന് വിട്ടുകൊടുക്കാൻ നമ്മളൊന്ന് തയ്യാറാവുക. അങ്ങനെ നമ്മളെ തന്നെ ഒന്ന് വിട്ടുകൊടുത്ത് ഫ്രീ ആക്കി നമുക്ക് തന്നെ ഒരു മാപ്പ് നൽകിയ ശേഷം മുന്നോട്ട് പോവുകയാണെങ്കിൽ മനസ്സിന് വല്ലാത്ത ശാന്തിയും സമാധാനവും സന്തോഷവും അനുഭവപ്പെടും. നമ്മൾ ഏത് സാഹചര്യത്തിലൂടെയാണോ കടന്നു പോകുന്നത് അതിനെ പരിപൂർണമായും അംഗീകരിക്കുവാനും ആക്സെപ്റ്റ് ചെയ്യാനും നമുക്ക് സാധിക്കും. നമ്മളെ തന്നെ അഗാധമായി സ്നേഹിക്കാൻ നമുക്ക് സാധിക്കും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ജീവിതത്തിൽ പല മാറ്റങ്ങളും നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും. നമ്മൾ എത്രമാത്രം കുറ്റപ്പെടുത്തുന്നുവോ, വെറുക്കുന്നുവോ, ദേഷ്യത്തോടെ ഇരിക്കുന്നുവോ അതിനനുസരിച്ച് ആഗ്രഹങ്ങൾ, ലക്ഷ്യങ്ങൾ ഇതൊക്കെ ഒരുപാട് ദൂരേക്ക് മാഞ്ഞു പോകുന്നതായിരിക്കും.
എന്നാൽ നമ്മൾ നമ്മളെ പരിപൂർണമായി സ്നേഹിച്ച് ആക്സെപ്റ്റ് ചെയ്ത് ആക്ഷൻ എടുത്ത് മുന്നോട്ട് പോകുമ്പോൾ ഈ പറഞ്ഞ ആഗ്രഹങ്ങളും ലക്ഷ്യങ്ങളും ഒക്കെ നേടിയെടുക്കാൻ അനായാസേന നമുക്ക് സാധിക്കും. അപ്പോൾ വിട്ടുകൊടുക്കാൻ തയ്യാറാവുക. മനസ്സുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളെ തന്നെ സ്നേഹിക്കാനും അംഗീകരിക്കാനും തയ്യാറാവുക. എന്തെല്ലാം ഭാരങ്ങളാണോ നിങ്ങൾ വഹിച്ചു കൊണ്ടുപോകുന്നത്, അത് നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ചുള്ളതാവാം, ജോലിയെക്കുറിച്ചുള്ളതാവാം, ബന്ധങ്ങളെക്കുറിച്ചുള്ളതാവാം, മറ്റ് എന്ത് കാര്യങ്ങളുമായിക്കോട്ടെ, അതിനൊക്കെ മനസ്സുകൊണ്ട് വിട്ടുകൊടുത്ത് മനസ്സിനെ ഒന്ന് റിലീസ് ചെയ്യുക, ഒന്ന് ഫ്രീ ആക്കി വിടുക. അങ്ങനെ നിങ്ങൾ ചെയ്യുമ്പോൾ ഈ പ്രസൻറ്റ് മൊമെൻറ്റിൽ ജീവിതത്തെ വളരെ സന്തോഷപൂർവ്വം ആസ്വദിച്ച് മനസ്സുകൊണ്ട് ഓരോ നിമിഷവും അനുഭവിച്ചുകൊണ്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. ഇനി നമുക്ക് ഈ ലെറ്റ് ഗോ പ്രാക്ടീസ്, ഫൊർഗീവ്നെസ് ലെറ്റ് ഗോ പ്രാക്ടീസിൻ്റെ ഒരു 10 മിനിറ്റ് മെഡിറ്റേഷൻ ഒന്ന് ചെയ്ത് നോക്കാം. ഇതൊരു ജസ്റ്റ് നോർമൽ മെഡിറ്റേഷൻ അല്ല. ഇത് നിങ്ങളുടെ മനസ്സിലേക്ക് ഇറങ്ങി അവിടെ കിടക്കുന്ന കുറേ കെട്ടിക്കിടക്കുന്ന അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ റിലീസ് ചെയ്ത് നിങ്ങളെ തന്നെ കണ്ടെത്തുവാൻ, നിങ്ങളെ തന്നെ ശക്തരാക്കുവാൻ സഹായിക്കുന്ന ഒരു ചെറിയ മെഡിറ്റേഷനാണ്. അപ്പോൾ നമുക്കത് തുടങ്ങാം. അത് നിങ്ങൾ ഈ ഒരു പ്രാക്ടീസ് ചെയ്യാൻ സ്വസ്ഥമായിട്ടിരിക്കുവാൻ പറ്റുന്ന സാഹചര്യങ്ങളിലാണെങ്കിൽ ചെയ്യുക. അല്ലെങ്കിൽ അത്തരമൊരു സിറ്റുവേഷൻ ഉണ്ടാകുന്ന സമയത്ത് നിങ്ങൾ ചെയ്യുക. ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഒരിക്കലും ഇത് ചെയ്യരുത്. അതുപോലെ നിങ്ങൾ മറ്റെന്തെങ്കിലും ആക്ടിവിറ്റീസ് ചെയ്യുകയാണെങ്കിൽ ഇത് ചെയ്തുകൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനവുമില്ല. അപ്പോൾ നിങ്ങൾ സ്വസ്ഥമായിട്ട് ഒരു 10 മിനിറ്റ് ഇരിക്കാൻ പറ്റുന്ന സാഹചര്യത്തിലാണെങ്കിൽ, അല്ലെങ്കിൽ പിന്നീട് നിങ്ങൾക്ക് ഇത് പ്ലേ ചെയ്തിട്ട്, അത്തരം ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ പ്ലേ ചെയ്തിട്ട് നിങ്ങൾക്ക് ഈ ഒരു പ്രാക്ടീസ് ചെയ്യാം. അപ്പം അതിനായി നിങ്ങൾ കണ്ണുകളൊക്കെ അടയ്ക്കുക. കണ്ണുകളടച്ച് വളരെ റിലാക്സ് ആയിട്ടിരിക്കുക. ശരീരത്തെ, മനസ്സിനെയൊക്കെ ഒന്ന് പരിപൂർണമായും ശ്രദ്ധിക്കുക. പേശികളും നാഡീഞരമ്പുകളുമൊക്കെ പരിപൂർണമായും റിലാക്സ് ആയിരിക്കട്ടെ. ഇനി ഒരല്പം ദീർഘമായി ശ്വാസം ഉള്ളിലേക്ക് എടുക്കാം. സാവധാനം റിലീസ് ചെയ്യാം. വീണ്ടും ദീർഘമായി ശ്വാസം ഉള്ളിലേക്ക് എടുക്കാം. സാവധാനം റിലീസ് ചെയ്യാം. ഒരിക്കൽ കൂടെ ദീർഘമായി ശ്വാസം ഉള്ളിലേക്ക് എടുക്കാം. സാവധാനം റിലീസ് ചെയ്യാം. ഇനി 10 മുതൽ താഴോട്ട് 1 വരെ എണ്ണുമ്പോൾ നിങ്ങളുടെ ശരീരവും മനസ്സും കൂടുതൽ റിലാക്സ് ആവുന്നതായിരിക്കും. 10, മനസ്സ് വളരെയധികം റിലാക്സ് ആയിക്കൊണ്ടിരിക്കുന്നു. 9, ഇപ്പോൾ കൂടുതൽ ശാന്തതയിലേക്കും സ്വസ്ഥതയിലേക്കും നിങ്ങളുടെ മനസ്സ് പോയിക്കൊണ്ടിരിക്കുന്നു. 8, കൂടുതൽ കൂടുതൽ വിശ്രാന്തിയിലേക്ക് മനസ്സും ശരീരവും മാറിയിരിക്കുന്നു. 7, വീണ്ടും നിങ്ങൾ കൂടുതൽ റിലാക്സേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. 6, ഇപ്പോൾ മനസ്സും ശരീരവും ശാന്തമായും അഗാധതയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. 5, നിങ്ങളിപ്പോൾ മനസ്സിൻ്റെ അഗാധതയിലാണ്. 4, ഇപ്പോൾ നിങ്ങളുടെ മനസ്സിൻ്റെ അടിത്തട്ടിലുള്ള പല ചിന്തകളെയും നിങ്ങൾക്ക് കാണുവാൻ സാധിക്കുന്നു. 3, 2,
ഒന്ന്, നിങ്ങളുടെ മനസ്സിലൂടെ കടന്നു പോകുന്ന ചില ചിന്തകളൊക്കെ നിങ്ങൾക്ക് കാണുവാൻ, അറിയുവാൻ സാധിക്കുന്നു. അതിൽ നിങ്ങളെ തന്നെ കുറ്റപ്പെടുത്തുന്ന, നിങ്ങളോട് തന്നെ ദേഷ്യം തോന്നുന്ന, നിങ്ങളെ അസ്വസ്ഥനാക്കുന്ന ചിന്തകളെയും അനുഭവങ്ങളെയുമൊക്കെ പരിപൂർണമായും ലെറ്റ് ഗോ ചെയ്യാം, വിട്ടുകൊടുക്കാം. അത്തരം ചിന്തകളെ, അനുഭവങ്ങളെ, ചിത്രങ്ങളെ നിങ്ങൾ ഇനി ഒരിക്കലും പിടിമുറുക്കി മനസ്സിലിരുത്തേണ്ട ആവശ്യമില്ല. അതിനെ വിട്ടുകൊടുക്കാം. നിങ്ങളുടെ മനസ്സിൽ വെറുപ്പോ ദേഷ്യമോ ഉള്ള വ്യക്തികളുണ്ടെങ്കിൽ ആ ഒരു ചിന്ത, അതിനെ പരിപൂർണമായും റിലീസ് ചെയ്യാം. ആ ചിന്ത കൊണ്ട് നിങ്ങൾക്ക് പ്രയോജനമില്ല എന്ന് മാത്രമല്ല, അത് നിങ്ങളെ കൂടുതൽ വേദനിപ്പിക്കുകയും നിങ്ങൾക്ക് കൂടുതൽ അസ്വസ്ഥത നൽകുകയും ചെയ്യുന്നു. അതുകൊണ്ട് ആ ചിന്തയെ, വെറുപ്പിൻ്റെ, ദേഷ്യത്തിൻ്റെ ആ ചിന്തയെ പരിപൂർണമായും വിട്ടുകൊടുക്കാം, റിലീസ് ചെയ്യാം. നിങ്ങളുടെ ജീവിത സാഹചര്യം, അതിനെക്കുറിച്ച് ഓർത്ത് നിങ്ങൾ അസ്വസ്ഥനാവുകയോ നിങ്ങൾക്ക് മാനസികമായി വേദന അനുഭവപ്പെടുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ അത്തരം ചിന്തകളെ പരിപൂർണമായി വിട്ടുകൊടുക്കാം, റിലീസ് ചെയ്യാം. നിങ്ങൾക്ക് ഏതെങ്കിലും കാര്യത്തെക്കുറിച്ച് റിഗ്രറ്റ്, കുറ്റബോധം, അല്ലെങ്കിൽ നിങ്ങളോട് തന്നെ ദേഷ്യമുണ്ടെങ്കിൽ ആ ചിന്തകളെയും പരിപൂർണമായും വിട്ടുകൊടുക്കാം. അത്തരത്തിലുള്ള അനുഭവങ്ങൾ കഴിഞ്ഞ കാലത്തിൽ സംഭവിച്ചിട്ടുണ്ടാവാം. എന്നാൽ ആ ചിത്രങ്ങളും അതുമായി വേദനിപ്പിക്കുന്ന ചിന്തകളും മനസ്സിൽ വെച്ചതുകൊണ്ട് നിങ്ങൾക്ക് ദോഷമല്ലാതെ മറ്റൊന്നും ലഭിക്കില്ല. ആ തിരിച്ചറിവോടെ അത്തരം ചിന്തകളെയും അത്തരം ചിത്രങ്ങളെയും മനസ്സിൽ നിന്നും പരിപൂർണമായും വിട്ടുകൊടുക്കാം, ലെറ്റ് ഗോ ചെയ്യാം, പരിപൂർണമായും റിലീസ് ചെയ്യാം. നിങ്ങളെ സഹായിക്കാത്ത, നിങ്ങൾക്ക് നന്മ നൽകാത്ത എല്ലാ ചിന്തകളെയും പരിപൂർണമായും മനസ്സിൽ നിന്ന് വിട്ടുകൊടുക്കാം, ലെറ്റ് ഗോ ചെയ്യാം, റിലീസ് ചെയ്യാം, ഫോർഗീവ് ചെയ്യാം. ഇത്രയും കാലം നിങ്ങളെ സഹായിക്കാത്ത, മറിച്ച് നിങ്ങളെ കൂടുതൽ അസ്വസ്ഥനും വേദനയും നൽകുന്ന ചിന്തകളെ നിങ്ങൾ മനസ്സിൽ സൂക്ഷിച്ചതിന് നിങ്ങൾ നിങ്ങൾക്ക് തന്നെ മാപ്പ് നൽകുക, പരിപൂർണമായി മാപ്പ് നൽകുക. ഇപ്പോൾ മനസ്സ് വളരെ സ്വസ്ഥമായിരിക്കുന്നു. നിങ്ങൾ തീരുമാനിച്ചിരിക്കുന്നു, നിങ്ങൾക്ക് സഹായകരമല്ലാത്ത, നിങ്ങൾക്ക് വേദന നൽകുന്ന ഒരു തരത്തിലുള്ള ചിന്തകളും വികാരങ്ങളും ചിത്രങ്ങളും മനസ്സിൽ സൂക്ഷിക്കില്ല എന്ന്. അത് നിങ്ങളുടെ മനസ്സിൻ്റെ ഭാരം വളരെയധികം കുറച്ചിരിക്കുന്നു. എന്നാൽ നിങ്ങളുടെ മനസ്സിന്, ശരീരത്തിനും ആവശ്യമായിട്ടുള്ള സ്നേഹത്തിൻ്റെ ചിന്തകൾ, നന്ദിയുടെ ചിന്തകൾ,
സന്തോഷത്തിൻ്റെ ചിന്തകൾ. ഇവയെ നിങ്ങൾ എപ്പോഴും പരിപോഷിപ്പിക്കുവാനും ഓർക്കുന്നതിനും തീരുമാനിച്ചിരിക്കുന്നു. ഈ ചിന്തകൾ സന്തോഷത്തിൻ്റെ, സ്നേഹത്തിൻ്റെ, നന്ദിയുടെ ചിന്തകൾ നിങ്ങളുടെ മനസ്സിനെയും ശരീരത്തിനെയും കരുത്തുറ്റതാക്കി മാറ്റുന്നു. അതുകൊണ്ട് നിങ്ങളുടെ മനസ്സിന് സന്തോഷവും ശാന്തിയും അനുഭവപ്പെടുകയും എന്ത് പ്രവൃത്തി ചെയ്യുന്നതിനുള്ള കരുത്ത് ലഭിച്ചിരിക്കുകയും ചെയ്യുന്നു. നിങ്ങളുടെ മനസ്സിൻ്റെ അടിത്തട്ടിലേക്കൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ. ഇപ്പോൾ അവിടെ സന്തോഷവും സ്നേഹവും നന്ദിയും മാത്രം. മനസ്സിൻ്റെ ഭാരമൊക്കെ കുറഞ്ഞ് ഒരു ഭാരം കുറഞ്ഞ, കനം കുറഞ്ഞ തൂവല് പോലെ മനസ്സ് വളരെയധികം ലൈറ്റായിട്ടിരിക്കുന്നു. ആ ലൈറ്റായിട്ടിരിക്കുന്ന മനസ്സിനെ ഒന്ന് ശ്രദ്ധിക്കുക, ഒന്ന് നിരീക്ഷിക്കുക. ഇനി സ്വാഭാവികമായി നടക്കുന്ന നിങ്ങളുടെ ശ്വാസത്തെ ഒന്ന് ശ്രദ്ധിക്കുക. ചുറ്റുമുള്ള ശബ്ദത്തെ ഒന്ന് ശ്രദ്ധിക്കുക. സാവധാനം നിങ്ങൾക്ക് കണ്ണുകൾ തുറക്കാം. നമ്മളിപ്പോൾ ചെയ്തത് മനസ്സിൻ്റെ അടിത്തട്ടിലുള്ള വർഷങ്ങളായി നമ്മൾ സ്വരൂപിച്ച് കൂട്ടിയിട്ടുള്ള, ജീവിതാനുഭവങ്ങളിലൂടെ സ്വരൂപിച്ച് കൂട്ടിയിട്ടുള്ള കുറേ ബ്ലോക്കുകളെയൊക്കെ, അഥവാ നെഗറ്റീവായിട്ടുള്ള കുറേ മാലിന്യങ്ങളൊക്കെ തുടച്ച് കളയുന്ന ഒരു പ്രോസസ്സാണ്. ഇത് നിങ്ങളുടെ ശരീരത്തിന്, മനസ്സിന് കൂടുതൽ ശാന്തിയും ഊർജവും സന്തോഷവുമൊക്കെ പ്രദാനം ചെയ്യും. നമ്മുടെ ബിയോണ്ട് ലിമിറ്റ്സിൻ്റെ കീഴിൽ പലതരത്തിലുള്ള പ്രോഗ്രാമുകൾ നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. വെബിനാറുകളും വർക്ക്ഷോപ്പുകളും 10 ദിവസത്തെ കോഴ്സുമൊക്കെ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾ അത്തരം പ്രോഗ്രാമിലൊക്കെ അറ്റൻഡ് ചെയ്യുമ്പോൾ ഇതുപോലത്തെ വളരെ പവർഫുള്ളായിട്ടുള്ള ടെക്നിക്കുകളൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് തന്നെ മനസ്സിനും ശരീരത്തിനും വരുന്ന മാറ്റം നിങ്ങൾക്ക് അനുഭവപ്പെടും. ആ നിമിഷം തന്നെ നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ടുകൾ ലഭിക്കുകയും ചെയ്യും. മനസ്സിൽ മാറ്റം വരുമ്പോൾ ജീവിതത്തിലും മാറ്റം വരും. മനസ്സിൽ മാറ്റം വരുത്താത്തിടത്തോളം കാലത്തോളം ജീവിതം അതേപടി തുടർന്നു പോയിക്കൊണ്ടേയിരിക്കും. ഈ ജീവിതം ആസ്വദിക്കുന്നതിനും സന്തോഷത്തോടെ ജീവിക്കുന്നതിനും ആഗ്രഹങ്ങൾ നടപ്പാക്കുന്നതിനും വേണ്ടിയിട്ടുള്ള ഒരു വലിയൊരു അവസരമാണ്. അപ്പോൾ നമ്മുടെ മനസ്സുപയോഗിച്ച് അത് ഒരു മോശം അനുഭവമാക്കി മാറ്റാതിരിക്കുക. അതിന് നിങ്ങളുടെ മനസ്സിൻ്റെ ആഴത്തിലേക്ക് ഇറങ്ങണം. അങ്ങനെ ആഴത്തിലേക്ക് ഇറങ്ങുമ്പോൾ ജീവിതത്തിൽ തന്നെ വലിയ പുരോഗതി നമുക്ക് അനുഭവപ്പെടും. അതിന് ഇത്തരത്തിലുള്ള പ്രോഗ്രാമുകളൊക്കെ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാം. ബിയോണ്ട് ലിമിറ്റ്സിൻ്റെ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാം. അതുപോലെ നമ്മുടെ വർക്ക്ഷോപ്പുകൾ, വെബിനാറിനെ കുറിച്ച് അറിയാൻ ഒക്കെ നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. അത് നിങ്ങളുടെ ജീവിതം തന്നെ മാറ്റിമറിക്കുന്ന വലിയൊരു അനുഭവമായിരിക്കും. താങ്ക് യു.